ചില യാത്രകളും കാഴ്ചകളും നമ്മളെ നിശബ്ദരാക്കി പ്രകൃതിയോടടുപ്പിക്കും. അതുപോലൊരു കാഴ്ചയിലേക്കാണ് ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. എൻ്റെ സ്വന്തം നാടായ കാഞ്ഞാറിൻ്റെ സമീപ പ്രദേശമായ മൂലമറ്റത്തുള്ള അതീവ സുന്ദരികളായ പുഴകളൊന്നിക്കുന്ന ത്രിവേണി സംഗമം. പ്രകൃതി ഒരുക്കി വെച്ച് കൂട്ടിയിണക്കിയ ഒരു സുന്ദര കാഴ്ച. മണ്ണും കല്ലും പുഴയും മലയും കോടമഞ്ഞും എല്ലാം ഒത്തൊരുമിച്ച് നല്ല താളത്തിൽ ഒഴുകിയെത്തുന്ന തേന്മാരി എന്നറിയപ്പെടുന്ന നമ്മുടെ ത്രിവേണി. തൊടുപുഴ മൂലമറ്റം റൂട്ടിൽ ബിഷപ്പ് വയൽ ഹോസ്പിറ്റലിന് ശേഷം AKG ജംഗ്ഷനിൽ നിന്നും വലത്ത് തിരിഞ്ഞ് 200 മീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ലൊക്കേഷനിൽ എത്തിച്ചേരാം. ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് പ്രവർത്തനം തുടങ്ങിയതിനു ശേഷമാണ് ഇവിടം സഞ്ചാരികളുടെ ഇഷ്ടയിടമായി മാറിയത്. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ കുറവാണ്. ഉള്ള സ്ഥലത്ത് പാർക്ക് ചെയ്ത് നടന്ന് താഴേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നത് അധികമാർക്കും പരിചയമില്ലാത്തൊരു കാഴ്ചയാണ്. ഇരുമ്പ് കമ്പി കൊണ്ട് നിർമ്മിച്ച ഒരു തൂക്കുപാലം. ആദ്യം കാണുന്നവരെ അത്ഭുതപ്പെടുത്തും, അതോടൊപ്പം പേടിപ്പെടുത്തുന്നതുമായ ഒരു കാഴ്ചയാണ്. പാലത്തിൽ കയറുമ്പോഴുള്ള ഉലച്ചിൽ ആരെയും ഒന്ന് പേടിപ്പിക്കുമെങ്കിലും സേഫായി അപ്പുറം എത്താം. ഇലക്ഷൻ വാഗ്ദാനമായി ഒരു കോൺക്രീറ്റ് പാലം പറഞ്ഞിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. പാലം ഇറങ്ങി ഇടത് സൈഡിലെ നടപ്പാതയിലൂടെ മുന്നോട്ട് പോകാം. വളരെ സൂക്ഷിച്ചു വേണം ഇതിൽ നടക്കുവാൻ. ഇടുങ്ങിയ വഴി കടന്ന് അപ്പുറത്തെത്തുമ്പോഴാണ് നമ്മൾ കാത്തിരുന്ന ആ കാഴ്ച. വാഗമൺ കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന വലിയാറും പതിപ്പള്ളി മേമ്പട്ടം ഭാഗത്തു നിന്നും ഒഴുകിയെത്തുന്ന നെച്ചാറും മൂലമറ്റം പവർഹൗസിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദനത്തിന് ശേഷം വരുന്ന വെള്ളവും ഒന്നിച്ച് തൊടുപുഴയാറായി മാറുന്ന സുന്ദര കാഴ്ച. മനസ്സിനും ശരീരത്തിനും കണ്ണിനും ഒരുപോലെ കുളിർമ തരുന്ന സുന്ദര കാഴ്ച. കണ്ണാടി ചില്ല് പോലുള്ള വെള്ളത്തിൻ്റെ പ്രതലം. താഴെയുള്ള കല്ലുകളെല്ലാം ക്രിസ്റ്റൽ ക്ലിയറായി കാണാം. വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽ തേച്ചു മിനുക്കിയെടുത്ത വെള്ളാരം കല്ലുകൾ. ഇളം വെയിലത്ത് മിന്നിത്തിളങ്ങുന്ന സുന്ദര ദൃശ്യം ആരുടെയും മനം നിറയ്ക്കും. പവർ ഹൗസിലെ വൈദ്യുതോൽപാദനം കുറവായതുകൊണ്ടും മഴക്കാലം മാറിയതുകൊണ്ടും ഇപ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായി ഇപ്പോൾ വെള്ളത്തിലിറങ്ങാം. പക്ഷേ അപകടങ്ങൾക്ക് വളരെ സാധ്യതയുള്ളൊരു സ്ഥലം കൂടിയാണ് ഇവിടം. അതിനാൽ ഒരു സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വരുന്നവർ വെള്ളത്തിൻ്റെ ഒഴുക്കിനെക്കുറിച്ച് പ്രദേശവാസികളോട് ചോദിച്ചിട്ട് ഇറങ്ങുന്നതാണ് നല്ലത്. വെളിയാറിൻ്റെ മുഖത്ത് ചെക്കിടാൻ പണിതിട്ടുണ്ട്. ഇവിടെ നിന്നും വെള്ളം വീഴുന്നത് കാണാൻ നല്ല രസമാണ്. ഇതിന് മുകളിൽ കയറിയാൽ നീന്തൽ അറിയാവുന്നവർക്ക് വേണമെങ്കിൽ ഒന്ന് നീന്തി കുളിക്കുകയൊക്കെ ചെയ്യാം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്ന് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സുരക്ഷിതമായി സൗകര്യപ്പെടുത്തിയെടുത്താൽ സഞ്ചാരികളെ ആകർഷിക്കാൻ സാധിക്കും. ഇത് കാണുന്ന പ്രദേശവാസികൾ ഇത് പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയുമായി തിരിച്ചെത്തും വരെ ബൈ.